എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശാലി ശ്രീകുമാർ. ഇന്ന് നമ്മുടെ ചാനലിലെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഇതിൽ ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോയാലോ. ചിക്കൻ സ്റ്റൂ വയ്ക്കാനായിട്ട് ഒരു കറിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നത് സ്പൈസസ് ആണ് കേട്ടോ. സ്പൈസസ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മളൊരു കറുവപ്പട്ട, ഒരു ഇഞ്ച് നീളമുള്ള ഒരു 4 കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പിന്നെ ഇച്ചിരി നമ്മൾ ഏലക്ക ആഡ് ചെയ്യണം. ഈ ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ടാലേ ഫ്ലേവർ കിട്ടുള്ളൂ. പിന്നെ ഒരു സ്റ്റാറും കുറച്ച് കുരുമുളകും പിന്നെ ഗ്രാമ്പൂവും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി എന്ന് പറഞ്ഞാൽ നല്ലതായിട്ടൊന്ന് മൂത്തൊരു മണമൊക്കെ വരണം കേട്ടോ. ഈ മൂത്ത് മണം വന്ന ശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഇടുക. നമ്മൾ എരിവിനനുസരിച്ച് 2-3 പച്ചമുളക് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം കേട്ടോ. പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് സവാള ഇടാൻ പറ്റുള്ളൂ. ദെൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വഴണ്ട് നല്ല സോഫ്റ്റായി വരും. ഇത് നന്നായിട്ട് വഴണ്ട് മസാല എല്ലാം പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചിക്കൻ ഈ സവാളയിലും ആ സ്പൈസസിലും ഒക്കെ കിടന്നിട്ട് വേണം നന്നായിട്ടൊന്ന് പിടിച്ച് വെന്ത് വരാനായിട്ട്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പം ആ സമയം നമ്മൾ ഇതിനെ അടച്ചു വെച്ച് വേണം വേവിക്കാം. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരടപ്പും കൂടെ വെച്ച് അതിനെ അങ്ങ് അടച്ചു വെക്കും. എന്നിട്ട് കുറച്ച് നേരം ആ ആവിയും കൂടി ഇരിക്കുമ്പോഴത്തേക്കും ചിക്കൻ ആവും. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത ശേഷം നമുക്ക് അതിനകത്തോട്ട് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോയും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കറിയാലോ സ്റ്റൂവിന് ടേസ്റ്റ് കൂട്ടുന്ന ഘടകങ്ങളിലൊന്നാണ് ഈ പൊട്ടാറ്റോയും ക്യാരറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അതിനെ വീണ്ടും ഒന്ന് നമ്മൾ അടച്ചു വെക്കണം. നല്ലതായിട്ടും തട്ടിപ്പൊത്തി അടച്ചു വെക്കണം. ആവിയിലിരുന്ന് വേണം നന്നായിട്ട് വെന്ത് വരാൻ. അതൊന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് 2-ാം പാൽ ഒഴിക്കാം. ഇതെന്ന് പറയുന്നത് ഒരു തേങ്ങ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 2-ാം പാൽ എടുത്തേക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 1-ാം പാൽ ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിലും 2-ാം പാൽ 2 ഗ്ലാസ് വെള്ളത്തിലാണ് എടുത്തേക്കുന്നത്. അപ്പോഴത്തേക്ക് അതൊന്ന് 2-ാം പാൽ കിടന്നിട്ട് വേണം ഇത് നന്നായിട്ട് വെന്ത് വരാൻ. നല്ലതായിട്ട് വേവേണ്ടത് ഈ 2-ാം പാലിൽ കിടന്നിട്ടാണ്. ആ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആ ഉപ്പും കൂടെ കറക്റ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. അതാ കണ്ടില്ലേ നല്ലതായിട്ട് ഒരു വിധം വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം എല്ലാ പീസസും ഒക്കെ ഒന്ന് ഈക്വലി ഒന്ന് കുക്കായി വരണ്ടേ. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഒരുവിധമൊക്കെ ഒന്ന് വെന്ത് പിന്നെ പൊട്ടറ്റോ ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി ഇതിലേക്ക് ഒന്ന് വിതറി കൊടുക്കുക. കുരുമുളക് പൊടിയും ഇച്ചിരി മസാലപ്പൊടിയും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഇതിനകത്തോട്ടൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ കറിക്ക് തിക്നെസ് കൂടാൻ ഒന്നുകിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കശുവണ്ടി വെള്ളത്തിൽ കുതിർത്ത് അരച്ച് ചേർക്കുകയോ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാനെപ്പോഴും ചെയ്യുന്ന വെച്ചാൽ ഈ പൊട്ടറ്റോ ഒന്ന് സ്മാഷ് ചെയ്തൊന്ന് ഇട്ട് കൊടുത്താൽ ആ തിക്കായിട്ടുള്ള കറിയാവും. നല്ല ഗ്രേവി ആയിട്ട് വരും. അതെല്ലാം ചെയ്യേണ്ട, ഒരു 3-4 എടുത്തൊന്ന് ഉടച്ചങ്ങ് ഇട്ട് കൊടുത്താൽ ആ കറി നല്ല തിക്കായിട്ട് ഗ്രേവിയായിട്ട് വരും കേട്ടോ. ഈ സമയം ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ 2-ാം പാലിൽ കിടന്ന് അതൊന്ന് വെന്തു. ഇനി നമ്മൾ വാങ്ങാറാകുമ്പോൾ മാത്രം നമ്മൾ 1-ാം പാൽ ഒഴിക്കുക. അപ്പം നമ്മൾ ഒരു തേങ്ങയുടെ 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടെടുത്താൽ 1-ാം പാലാണ്. നല്ല കുറുകിയിട്ടുള്ള 1-ാം പാലാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ തിളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് വാങ്ങിയെടുക്കുക. തിളച്ച് പോയാൽ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോകും. അതുകൊണ്ട് അപ്പം തന്നെ വാങ്ങിയെടുക്കുക. അത് നമ്മുടെ ടേസ്റ്റ് യമ്മി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡിയായി ഞാൻ ബൗളിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ സ്റ്റൂ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ ബൈ ബൈ.